പാലക്കാട്ട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള കുട്ടികളെത്തിയ സംഭവം ചർച്ച ചെയ്യാൻ ഇന്ന് രാവിലെ 11-നാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് യോഗം ചെയർമാൻ VC ഇബ്രാഹിം മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്നത്. കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തെ മനുഷ്യക്കടത്തായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ബോർഡ് വിലയിരുത്തി. നടപടിക്രമങ്ങളിലെ വീഴ്ച മാത്രമാണ് സംഭവിച്ചത്. പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായതായി യോഗം വിലയിരുത്തി. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് 8 ദിവസത്തോളം കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയ്തത്. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഈ കുട്ടികളെ അനാവശ്യമായി തൃശ്ശൂരിലേക്കും രാത്രി 1:30 മണിക്ക് പിന്നെ പാലക്കാട്ടേക്കും പിന്നെ കോഴിക്കോട്ടേക്കും പലയിടങ്ങളിലായി ഈ വലിയ കുറ്റി നിറച്ച വാഹനങ്ങളിൽ തന്നെയാണ് അവർ കൊണ്ടുപോയത്. പുലർച്ചെ 1:30 മണിക്ക് വരെ ഈ കുട്ടികളെ പലയിടങ്ങളിൽ നിന്നും പലയിടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂണിഫോം ഇട്ട പോലീസുകാർ ഓർഫനേജിൽ കയറാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. പക്ഷേ ഈ കുട്ടികളെ വളരെയധികം മാനസികമായി പീഡിപ്പിച്ചത് പോലീസാണ്. RPFൻ്റെ ഒരു ഗോഡൗൺ പോലെയുള്ള സ്ഥലത്താണ് ഇവർ ഒരു ദിവസം രാത്രി താമസിപ്പിച്ചത്. 15 ആളുകൾക്ക് പോലും അക്കോമഡേഷൻ ഇല്ലാത്ത തൃശ്ശൂരിൽ, അത് പോലീസിനറിയാം അവിടെ അങ്ങനെ അക്കോമഡേഷൻ ഇല്ല, എന്നിട്ട് അവർ തൃശ്ശൂരിൽ കൊണ്ടുപോയി. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, പോലീസ് എന്നിവരുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോടുള്ള അതൃപ്തി ബോർഡ് രേഖപ്പെടുത്തി. ഈ വക കാര്യങ്ങൾ ഉൾപ്പെടുത്തി ബോർഡ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.